പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു മികച്ച നടിയാവും നിങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ. ഞാനും വിചാരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതൊക്കെ സംഭവിക്കട്ടെ, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനതാവുന്നു. ഞാനിപ്പോൾ പറഞ്ഞ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതൊക്കെ ഓരോ നിമിത്തം പോലെ നമുക്ക് പറഞ്ഞ പോലെ ഞാനത് ചെയ്തിട്ടുണ്ട്, നാടകത്തിൽ അത് പരീക്ഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ളൊരു യോഗം ഉണ്ട്. ഒരു അഞ്ജലി മേനോനും ഒരു വിധു വിൻസെൻറ്റും ഒക്കെ ആവാനുള്ളൊരു എഴുത്തും കൂടി എൻ്റെ തലയിൽ കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും. അതിൻ്റെ സമയമാവട്ടെ. ഈ ഗ്രഹണം സംഭവിക്കുന്ന പോലെയല്ലേ എല്ലോ. ഞാൻ പറഞ്ഞിട്ട് ഈ അവാർഡ് കിട്ടിയിട്ട് പിന്നെ രംഗ് ചോദിക്കുമ്പോൾ പറയലുണ്ട്, അതൊരു സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ഒരുമിച്ച് വരുന്ന പോലെ. കാരണം മലയാളത്തിൽ 5 പേർക്കേ ഇത് കിട്ടിയിട്ടുള്ളൂ എന്ന് മോനിഷ ചേച്ചിയുടെ അമ്മ ആണ് ആദ്യം എന്നോട് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോളെ ഇത് വളരെ റെയറായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അത്ര ദൈവാനുഗ്രഹമുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അതങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് കിട്ടുമ്പോഴും നമ്മളതിൻ്റെ ആഴവും വ്യാപ്തിയും ഒന്നും നമ്മൾ മനസ്സിലാകും. പക്ഷേ ഇത് കിട്ടിയതോടുകൂടി നമ്മളെല്ലാം ആയി തികഞ്ഞു എന്നുള്ളതല്ല. ഇതൊരു കഥാപാത്രത്തിൻ്റെ മാത്രമാണ്. ഇത് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യും ഇതേപോലെ ഇതുപോലെ ആവർത്തിക്കപ്പെടുകയും ഇതേപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു അവാർഡിനും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം. അതിൻ്റെ മുകളിൽ സർവോത്തമ അഭിനേത്രി എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഈ ഒരു ആ ഒരു വാക്കിലേക്കുള്ള നമ്മളുടെ പോലും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായില്ല, അത്രയും അക്ഷരങ്ങൾ നമ്മൾ ഇനിയും താണ്ടേണ്ടിയിരിക്കുന്നു ആ ഒരു വാക്ക് പൂർത്തിയാക്കാൻ. അപ്പം അതുപോലെ ആ ഒരു യോഗം വന്നതുപോലെ ഇപ്പം നിങ്ങളെ നാവ് പൊന്നാവട്ടെ. ചില ഒരു ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ സുരഭി നിനക്കൊരു നാഷണൽ അവാർഡ് കിട്ടുമെന്ന്. കുറേ ആളുകൾ എന്നോട് അങ്ങനെ വെറുതെ എങ്കിലും പറയാറുണ്ടായിരുന്നു. ഇതേപോലെ ഞാനൊരു സംവിധായകയാകുമ്പോൾ നിങ്ങൾ പറയട്ടെ സുരഭി, അന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു വിധു വിൻസെൻറ്റോ ഒരു അഞ്ജലി മേനോനോ ആവുമെന്ന് ഇപ്പം സംഭവിച്ചില്ലേ? അതുപോലെ നിങ്ങളുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് അത് അവിടേക്ക് എത്തട്ടെ, അവിടെ നിന്ന് അത് ഇങ്ങോട്ടേക്കും പതിക്കട്ടെ. നമ്മളൊരു ലൈഫ് ഇപ്പം നമ്മൾ എഴുതപ്പെടാത്ത സ്ക്രിപ്റ്റുള്ള ഒരു ഇതാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു മരണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം, ഒരു കല്യാണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും കൂടി നമുക്കറിയാം. നമ്മളൊരു റോള് ചെയ്യുകയാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്പം കാണുന്നത്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ അവാർഡിന് മുമ്പും ശേഷവും എന്നുള്ള ഇതല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു 10, 18, 17 വയസ്സിലൊക്കെ നമ്മളെ ദുഃഖങ്ങളൊക്കെ വലിയ ദുഃഖങ്ങളായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമൊക്കെ വലിയ സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മളെ ദുഃഖം വലിയതാകുമ്പോൾ എൻ്റെ അമ്മ പറയും, ഒരു കുറച്ച് നേരം എനിക്കിനി അങ്ങനെ വലിയ സംഭവം വരികയാണെങ്കിൽ ഈ ഒന്ന് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ പോയിട്ട് നിൽക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാൻസർ വാർഡിലൂടെ പോയിട്ട് നടക്ക്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ദുഃഖമുള്ള ആളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ തോന്നും ഒന്നും അല്ല എന്നുള്ളത് തോന്നും അല്ലേ. എനിക്കിപ്പോൾ ഈ പറഞ്ഞോണം ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇനി സന്തോഷമാണെങ്കിലും ശരി, ഇതിലും വലിയ നേട്ടങ്ങൾ ഓസ്കാർ കിട്ടിയ ആളുകളുടെ സന്തോഷം വെച്ച് നോക്കുമ്പോൾ ഈ സന്തോഷം അത്രയും വലിയ സന്തോഷവുമല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴോട്ടും നോക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ടും നോക്കണം. ഈ 2 നോട്ടങ്ങളുണ്ട്, അത് രണ്ടും നോക്കിക്കൊണ്ടേ ഇരിക്കുകയും വേണം. അപ്പോഴാണ് ഇതിനൊരു ബാലൻസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബാലൻസിലൂടെ പോകാൻ പറ്റുന്ന വിഷമങ്ങളും സന്തോഷങ്ങളേ ഉള്ളൂ. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ ആളുകൾ പറയല്ലേ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണമെന്ന്. അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അത് എന്നിലുള്ള ഒരു ആക്ടറിനെ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ആക്ടറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങളെയും ഞാൻ അതിലേക്ക് മാറ്റാറാണ് പലപ്പോഴും. ഇപ്പോൾ ഒരു സൂചി കുത്തുമ്പോൾ ഇപ്പം എനിക്കറിയാം ഏകദേശം ഇവിടെ വരെയൊക്കെ പോകുന്നത് എനിക്ക് മനസ്സിലാവും. ഞാനത് ഫീൽ ചെയ്യാറുണ്ട് നേരെ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് പറഞ്ഞതാണ്. നമ്മൾ വലിയ വിഷമങ്ങളോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് മാറി നിന്ന് നമ്മളെ നോക്കിക്കാണുക എന്നുള്ളൊരു നമ്മൾ പുറത്തേക്ക് നിന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ പുറത്ത് നിന്ന് നോക്കിക്കാണും. ഈ പറഞ്ഞോണം ആത്മാവ് ഇങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ സംസാരിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവാത്തവണൊക്കെ ഞാൻ തന്നെ ഇപ്പം എന്താ പറഞ്ഞതെന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ എത്തുമ്പോഴേ
അപ്പം അങ്ങനെ മാറി നിന്ന് നോക്കിക്കാണാനും അങ്ങനെ ഹീൽ ചെയ്യാനും അങ്ങനെ അനുഭവങ്ങളാക്കി മാറ്റാനും ഒക്കെ പറ്റുന്ന സുരഭി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോൾ അഭിനയിക്കുന്ന എനിക്ക് കടന്നു പോകാവുന്നതും സമാധാനിക്കാവുന്നതും സന്തോഷിക്കാവുന്ന ദുഃഖങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ ഇതിനെ ഹീൽ ചെയ്യാൻ ഉള്ള എൻ്റെ വേ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം നമ്മളീ പറയുമ്പോൾ അത് ഞാൻ ഭയങ്കര ദാരിദ്ര്യമായിട്ടുള്ള ഒരു ചില സ്ഥലം ഇതുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ദുഃഖപുത്രിയായിട്ടുള്ള ചിലർ ചിത്രീകരിക്കാറ്. ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസിങ്ങിലൂടെ പോയിട്ടുള്ള ഒരു കുടുംബവും അതിലൂടെ പോയിട്ടുള്ള ഒരാളും തന്നെയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ബാലൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന് പറ്റാത്തത്രയും ദുഃഖമൊന്നും തന്നിട്ടില്ല, തരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പോൾ തന്ന ദുഃഖങ്ങളെയും ഞാൻ ഈ പറഞ്ഞോണം ഈ നോട്ടങ്ങൾ കൊണ്ട് ബാലൻസ് ചെയ്യാറുണ്ട്.